ഇംഗ്ലീഷ് പരീക്ഷയുടെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം സർ? എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുതരാം. പരീക്ഷ പേപ്പർ കിട്ടി, കൂൾ ഓഫ് ടൈമിൽ എനിക്ക് കൂൾ ഓഫ് ടൈം ഒന്നും വേണ്ട. ചിലവരുണ്ടാവും അല്ലേ, എനിക്ക് കൂൾ ഓഫ് ടൈം ഒന്നും വേണ്ട, ഞാൻ ഭയങ്കര അടിപൊളിയാണ്, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയിരിക്കും ഇങ്ങോട്ട് നോക്കി എൻ്റെ ഫ്രണ്ട് തമ്മിൽ ഇങ്ങനെ കാണിക്കും. മണ്ടത്തരം. ഒരു സംശയമില്ല, മണ്ടത്തരം. കാരണം 2.5 മണിക്കൂറാണ് ഇംഗ്ലീഷ് പേപ്പർ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം കിട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ 2.5 മണിക്കൂർ 2.75 മണിക്കൂറാക്കി കിട്ടുകയാണ്. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. അപ്പോൾ എന്തായാലും കൂൾ ഓഫ് ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മണ്ടത്തരം കാണിക്കുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കൂൾ ഓഫ് ടൈം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? കൂൾ ഓഫ് ടൈമിൽ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബേസിക് കാര്യം, പേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാം. ഓക്കെ, ഇന്ന ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്, മറ്റേ ക്വസ്റ്റ്യൻസ് ഇവിടെയുണ്ട്. ഓക്കെ, പോയമാണ് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ എന്തോ റൈറ്റിംഗ് നരേറ്റീവ് കിടപ്പുണ്ട് ഇവിടെ. ഓക്കെ, ഇത് ഇവിടെ കിടപ്പുണ്ട്, 1 ക്വസ്റ്റ്യൻ ഒക്കെയാണ്. ഇതെന്ത് സാധനം? ആ ഒരു റീഡിങ് പാസേജ് ആണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്? ചോദ്യങ്ങൾ കിടപ്പുണ്ട്. ഓക്കെ, റെഡി. ഇത് ഡയറി എൻട്രി. ഓക്കെ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, നോട്ടീസ്, കുഴപ്പമൊന്നുമില്ല, എനിക്കറിയാം. അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ എന്തൊക്കെ ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, ലെറ്റർ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ സന്തോഷമൊക്കെ വരും, ഇങ്ങനെ അതൊക്കെ പഠിച്ച കാര്യങ്ങളാണല്ലോ. ഓക്കെ, സ്പീച്ച് ഉണ്ട്. ഓക്കെ, അറിയാം. പിന്നെ എന്തോ ടേബിളിലെ ചോദ്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. പിന്നെ ഗ്രാമർ കിടപ്പുണ്ട്. ഓക്കെ, ഗ്രാമർ. ഓക്കെ, എന്നിട്ട് 36 ചോദ്യങ്ങളാണ്. ഓക്കെ, റെഡി. അപ്പോൾ ഒരു ഐഡിയ കിട്ടി ഈ പേപ്പറിൽ എത്ര ഉണ്ടെന്ന്. അതിന് എത്ര സെക്കൻഡ് എടുക്കും? 20 സെക്കൻഡിലേ എടുക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി സ്പീഡിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് എടുക്കും. അപ്പോൾ 20 സെക്കൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുക, പേപ്പർ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മറച്ച് നോക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ടൊന്ന് നിങ്ങൾക്ക് അപ്പോഴത്തേക്കും ചിലപ്പോൾ ചിലവർക്ക് എന്താണോ, അറിയായിരിക്കുമല്ലോ, പക്ഷെ എന്നാലും ചിലവർക്ക് ടെൻഷൻ വരും. ടെൻഷനൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടെൻഷൻ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല. ടെൻഷനൊക്കെ വരികയാണെങ്കിൽ ഒന്ന് നല്ലൊരു ഡീപ്പ് ബ്രെത്ത് ഒക്കെ എടുക്കുക, നല്ലോണം സ്ലോ ആയിട്ട് ശ്വാസമൊക്കെ പുറത്തേക്ക് വിടുക. 2-3 പ്രാവശ്യം കൂടി വേണം ചെയ്യുക. എന്നിട്ട് അപ്പോഴത്തേക്ക് മാക്സ് ടു മാക്സ് 1 മിനിറ്റ് പോയിട്ടുണ്ടാവും. എന്നിട്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കുക. എന്നിട്ട് ഇംഗ്ലീഷ് എക്സാം ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി റീഡിങ് പാസേജ് വായിച്ചു തുടങ്ങുക. ഇത് പറയാൻ കാരണം, നിങ്ങൾ റൈറ്റപ്പും ലെറ്ററും പോയി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ വെറുതെ ഐഡിയാസ് കിടക്കുന്നല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും ആക്ച്വലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്രാമർ പോയി വായിച്ചാൽ ചിലപ്പോൾ ടെൻഷൻ കൂടുകയുള്ളൂ. ആദ്യം തന്നെ പോയി ഗ്രാമർ നോക്കുകയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യത്തിനായിരിക്കും അവിടെ കിടപ്പുള്ളത്, അല്ലെങ്കിൽ കുറച്ച് നേരം ചിന്തിക്കേണ്ട ചോദ്യങ്ങളായിരിക്കും കിടപ്പുള്ളത്. ചെയ്യാൻ പോണ്ട. ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്തായാലും പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ റീഡിങ് സെക്ഷൻ വായിച്ച് തന്നെ തീർക്കണം. അപ്പോൾ ആ പരിപാടി ഇപ്പോൾ തന്നെ തീർത്ത് വെക്കുക. റീഡിങ് സെക്ഷൻ വായിക്കാൻ തുടങ്ങുക. റീഡിങ് സെക്ഷനിൽ വായിക്കുക, അതിൻ്റെ ചോദ്യങ്ങൾ വായിക്കുക, അതിൻ്റെ ആൻസറുകൾ മാക്സിമം കണ്ടെത്തുക, അടുത്ത റീഡിങ് സെക്ഷൻ വായിക്കുക. ആ 15 മിനിറ്റിൽ ആ റീഡിങ് സെക്ഷൻ അങ്ങോട്ട് തീർക്കുക. അതിന് ഉത്തരങ്ങളും എളുപ്പമുള്ള ഉത്തരങ്ങൾ അപ്പം തന്നെ കണ്ടുവെത്തുക. ടഫായിട്ടുള്ള ഉത്തരങ്ങൾ കുറേ ആലോചിച്ച് കണ്ടുപിടിക്കണം. അതങ്ങ് അവസാനം ചെയ്യാം, അല്ലെങ്കിൽ പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം. പക്ഷെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തുക. ഇന്ന ചോദ്യത്തിന്റെ ഉത്തരം, വാട്ട് ഡിഡ് മാർത്ത ഹിയർ വെൻ ഷീ റീസ് നിയർ ഹെർ ക്ലാസ് റൂം ഡോർ? എന്തായിരിക്കും കേട്ടുള്ളത്? ഐ ഹേർഡ് വോയിസസ് റേസ്ഡ് ഇൻ ആങ്കർ. ഹൈ കോമഡി ചോദ്യം. അപ്പോൾ അതൊക്കെ കണ്ടുവെത്തുക. ഓക്കെ, അപ്പോൾ ആൻസർ, അപ്പോൾ പരീക്ഷ പേപ്പർ സമയം തുടങ്ങി കഴിഞ്ഞാൽ നേരെ എഴുതി തുടങ്ങാലോ. അപ്പോൾ റീഡിങ് സെക്ഷൻ മാക്സിമം, ഇംഗ്ലീഷ് പരീക്ഷ ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റീഡിങ് സെക്ഷൻ മാക്സിമം ആണ്. അതുകൊണ്ട് ചെയ്യാം. എന്നിട്ട് ആ 15 മിനിറ്റ് നിങ്ങൾ ആ റീഡിങ് സെക്ഷൻ തീർക്കാനും അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനും വേണ്ടി യൂസ്ഫുൾ ആക്കുക. മിസ്റ്റേക്സ് കുറേ പേര് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ 15 മിനിറ്റിൽ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് നോക്കാൻ പറഞ്ഞു. ചിലർ എന്ത് ചെയ്യും? അങ്ങനെയൊന്നുമല്ല, ചിലർ ഫുൾ നോക്കും. റീഡ് ദ എക്സോർട്ട് ഫ്രം, ഓക്കെ അടുത്തത് എന്തോട്, ഇതിവിടെയാണ്, മറ്റിതിവിടെയാണ്. അപ്പോഴാണ് ചിലവർക്ക് മനസ്സിലാവും ഒരു ചോദ്യം ആൻസർ ചെയ്താൽ 120 വേർഡ്സിൽ. ഓക്കെ 120 വേർഡ്സ് കുറേ, അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനായിരിക്കും സമയം പോകും. ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തുകൂടാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്? അതിന് വരെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ വർഷം എഴുതാൻ പോകുന്ന പരീക്ഷാ പേപ്പറിന് മോഡൽ പരീക്ഷ ഓൾറെഡി വന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് പഠിക്കുക. അതായത് ക്വസ്റ്റ്യൻസ് വായിച്ച് പഠിക്കാനല്ല, അതിൻ്റെ സെക്ഷൻസ് എവിടെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ ഒരു സ്ട്രക്ചർ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചർ നിങ്ങളൊന്നീ മനസ്സിലാക്കുക. അതിപ്പോൾ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷ പോയി കൂൾ ഓഫ് ടൈമിന് മനസ്സിലാക്കേണ്ട എല്ലാ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. ജസ്റ്റ് കൂൾ ഓഫ് ടൈമിൽ നോക്കിയാൽ മതിയോ ഇന്നെ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആയിട്ട് ഒന്ന് നിങ്ങൾ ഫെമിലിയറൈസ് ചെയ്യുക. അത് ചെയ്താൽ പിന്നെ നിങ്ങളിങ്ങനെ വായിച്ചു നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. പിന്നെ എന്താണ്, ഓരോന്ന് വായിക്കുമ്പോഴും ക്ലിയർ ആക്കി പോവുക. എന്താണ് ഇതിൽ എന്താണ് ആൻസർ എനി വൺ, അത് മാത്രം മതി. അത് വായിക്കുമ്പോൾ നോക്കിയാൽ പോരെ, എന്തിനാ ആദ്യം തന്നെ നോക്കി വെക്കേണ്ട ഒരു ആവശ്യം? ആ സമയം യൂസ് ചെയ്ത് റീഡിങ് പാസേജ് തീർക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ 15 മിനിറ്റിൽ റീഡിങ് പാസേജ് എത്രത്തോളം ഉണ്ടോ, ഒന്നാണ്, ഒന്ന് ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്, പിന്നെ ഒരെണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. 3 എണ്ണം തീർക്കാം, അവരുടെ 3 എണ്ണം തീർക്കാം. ആ 15 മിനിറ്റ് നിങ്ങൾക്ക് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് ഇതിനേക്കാളും നല്ല രീതിയിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എൻഡ് ചെയ്യാണ്. അപ്പോൾ കൂൾ ഓഫ് ടൈം എന്തായാലും യൂസ് ചെയ്തിരിക്കണം. ഒരു കാരണവശാലും കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ വളരെ കൂളായി ഇരിക്കരുത്. റിലാക്സ് ചെയ്യണം തീർച്ചയായിട്ടും. ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രീത്തൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യുക.
എന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ട് റീഡിംഗ് പാസേജ് വായിക്കുക, അതിന് ആൻസർ കണ്ടുപിടിച്ച് റെഡി ആയിരിക്കുക. പരീക്ഷ തുടങ്ങുമ്പോൾ അതിൻ്റെ ആൻസർ എഴുതി തുടങ്ങും. ക്ലിയർ ആണല്ലോ? ശരി. ഇനി പരീക്ഷയുടെ ടൈം മാനേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. നോക്കുക, പ്ലേലിസ്റ്റ് നമ്മുടെ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും. അത് കണ്ടില്ലേ, അത് പോയി കാണാം. അപ്പോൾ ടൈം മാനേജ് പരീക്ഷ തുടങ്ങി കഴിഞ്ഞിട്ട് എങ്ങനെ ടൈം മാനേജ് ചെയ്യാന്നുള്ള കാര്യമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് തീർച്ചയായും കാണാം, വളരെ യൂസ്ഫുൾ ആയിരിക്കും. കൂൾ ഓഫ് ടൈം ഈ രീതിയിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ പരീക്ഷയിൽ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എൻ്റെയാണ്. മക്കളെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ, ഈ ചാനലിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:30 ലൈവ് ഉണ്ടാവും. ആ ലൈവ് ഒന്നും മിസ് ചെയ്യരുത്. ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്, എല്ലാ പരീക്ഷ കഴിയുന്ന ഒരു അവസാനം വരെ ഉണ്ടാവും. ഒരിക്കലും നിങ്ങളത് മിസ് ചെയ്യരുത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആക്ച്വൽ കാര്യങ്ങൾ പഠിക്കുക ആ സമയത്തായിരിക്കും. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വന്നിരിക്കുക. പിന്നെ ഓൾസോ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വാട്സപ്പിലൊക്കെ സ്റ്റേറ്റസ് വെക്കുക. കാരണം കുറേ പേര് പേടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കൂൾ ഓഫ് ടൈം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.